ഇന്നത്തെ റെസിപ്പി ഒരു ബിസ്ക്കറ്റാണേ. ദേവാംശന് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലൊരു ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. നമ്മുടെ കുട്ടികളുടെ അമൃതം പൊടി ഉണ്ടല്ലോ, അങ്കൻവാടിയിൽ നിന്ന് കിട്ടുന്നത് അമൃതം പൊടി കൊണ്ട് ഞാൻ എന്താ ഒരു ബിസ്ക്കറ്റ് ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വൈകിട്ട് ദേവാംശം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് അമൃതം പൊടി നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കും. നല്ല രീതിയിൽ തരിതരി ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യമെങ്കിലും മിനിമം അരിച്ചെടുത്തിട്ട് ചെയ്യണം. അതിലേക്ക് ഞാനൊരു 100 ഗ്രാം താഴെ ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്, ഓൾറെഡി നല്ല മെൽട്ടായിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് അമൃതം പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ബട്ടറിന് പകരം നമുക്ക് നെയ്യോ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ഒരു മാവിൻ്റെ പരുവത്തിലാക്കി വെക്കാം. ഇനി ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ആ മാവെടുത്തിട്ട് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്താൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഉരുട്ടിയിട്ട് ചെറുതായിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. കുഞ്ഞു ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഒരാൾ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ് ഇത് ഉണ്ടാക്കുന്നത്. കണ്ടപ്പോഴത്തേനും ടേസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അതുകൊണ്ട് ചെറിയ റൗണ്ടാക്കി ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കാനും ഒരു ഭംഗിക്ക് ഷുഗർ ബോൾസോ ചോക്ലേറ്റ് ചിപ്സോ എന്തായാലും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ഷുഗർ ബോൾസ് ഒരു 2-3 വെച്ച് എല്ലാ ബിസ്ക്കറ്റിലും ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ അതിൻ്റെ മുകളിൽ വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് ഓരോ ബിസ്ക്കറ്റായിട്ട് വെച്ച് കൊടുക്കും. നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതെന്ത് പാപ്പാ തന്നെ ബിസ്ക്കറ്റാണോ? എങ്ങനെയുണ്ട്? എവിടെ നോക്കി പറ. ഇഷ്ടമായോ?